ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? എന്തല്ല ശരിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അപ്പോൾ ഇല്ലേ, എന്തായാലും വ്ളോഗിൽ മൊത്തത്തിൽ പറയാം. ഇപ്പം എൻ്റെ ദിവസങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നില്ലേ, ഒരു ഒരടുക്കും ചിട്ടയില്ലാണ്ടാണ് എൻ്റെ ദിവസം എല്ലാം പോകുന്നത്. അല്ലെങ്കിൽ അതെന്നാന്നറിയാം, ഞാൻ ആദ്യമായിട്ടാണ് വെക്കേഷന് ഇവിടെ ഒമാനിൽ നിൽക്കുന്നത്. അറിയില്ല, ദിവസമെല്ലാം ഞാൻ തീരെ പ്രൊഡക്റ്റീവ് അല്ല എന്നൊക്കിപ്പം അങ്ങനത്തെ എല്ലാം എന്തെല്ലാം ഒരു ചിന്തകളുണ്ട്. ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഇവർ വെക്കേഷൻ ആയതുകൊണ്ട് 24 മണിക്കൂറും കളിയാണ്. ഇന്നും ഇങ്ങനെ സ്കൂളിലുള്ള ടൈമിൽ ഇന്നും ആരും ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ പണ്ട് കളിക്കുന്ന പോലത്തെ വീട് കളിയൊന്നും കളിക്കലില്ല, കുറവാണ്. പക്ഷേ ഇപ്പോൾ ഇവർ 24 മണിക്കൂറും ഓരോ ഏരിയയിൽ വീടുണ്ടാക്കും. രണ്ടാളും ഓരോരോ വീടുണ്ടാക്കും. ദിവസം ഇതന്നെ പണി. ഓരോരോ ഏരിയയിൽ പുതിയ പുതിയ വീട് കെട്ടും, റിസോർട്ട് ഉണ്ടാക്കും, പൂളുണ്ടാക്കും. അതെല്ലാം ഇവരെ മെയിൻ പരിപാടി. ഇങ്ങനെ തന്നെ റൂം എപ്പോഴും. പിന്നെ ഇതൊന്നും ഞാൻ സാധാരണ എടുത്ത് വെക്കലില്ല. അതെല്ലാം കളിച്ച് കഴിഞ്ഞാൽ അവരെന്നെ പണിയാണ് എടുത്ത് വെക്കൽ. പക്ഷേങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ പെട്ടെന്നാണ് പുറത്തേക്ക് പോയത്. അതുകൊണ്ട് എടുത്തു വെക്കാനുള്ള സമയം ഇവർക്ക് കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഞാൻ പറയൊന്നും വേണ്ട കേട്ടോ, എടുത്തു വെക്കാൻ. എല്ലാം അവരെടുത്ത സ്ഥാനത്ത് അവരെന്നെ കൊണ്ടേക്കും. അങ്ങാണെങ്കിൽ ആദ്യം മുതലേ ഞാൻ ചെറുതിലേ അവരങ്ങനെ ശീലിപ്പിച്ചിനെ. അതുകൊണ്ട് അങ്ങനെ എടുത്തു വെക്കുന്ന നിർബന്ധിച്ച് പറയുക, അങ്ങനെ അടിക്കുക ഒന്നും ചെയ്യേണ്ട വരലില്ല. പണ്ടേ അങ്ങനെ ശീലമായതുകൊണ്ട് അവരെന്നെ എടുത്തു വെച്ചോളും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങ് എടുത്തു വെക്കാണ്ടും വഴിയില്ല. കാര്യം ഇന്നലെ നമ്മൾ ലേറ്റായിട്ടാണ് വന്ന് കിടന്നത്. അവർ നല്ല ഉറക്കമാണ്. ഇനി അവർ നല്ല ലേറ്റായിട്ട് എണീക്കുക. പക്ഷെ എനിക്ക് ഇന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ച ദിവസമാണ്, പൊടിയെല്ലാം എടുക്കണമെന്ന് വിചാരിച്ച ദിവസമാണ്. അങ്ങനത്തെ ദിവസം ഇത് ക്ലീൻ ആക്കാണ്ട് പിന്നെ എനിക്ക് മറ്റേ ക്ലീനിങ് പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ആദ്യം അതെല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് ഇക്ക ജിമ്മിൽ പോയിട്ടുണ്ടേനെ. ഇക്ക പോയി വന്ന് പിന്നെ ഞാനിന്ന് പോയിട്ടില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ വൈകുന്നേരമല്ല പോക്ക് ചില ദിവസങ്ങളിൽ. അപ്പോൾ ഇക്കാക്ക് ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നത്. പോകുന്നതിന് മുന്നേ മുട്ട എല്ലാം കൊടുക്കുവേ. പിന്നെ ഓട്സിൽ ഞാനിപ്പോൾ എപ്പോഴും ഓട്സ് ഉണ്ടാക്കുമ്പോൾ നോർമൽ ഓട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്സോ എന്താക്കിയാലും ഞാൻ സീഡ്സ് കുറേ ആഡ് ആക്കലുണ്ട്. നമ്മൾ പൊതുവേ നട്ട്സും ഡ്രൈ നട്ട്സിൽ നമ്മൾ കൂടുതൽ യൂസ് ആക്കൽ. പക്ഷേ ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് സീഡ്സും വാങ്ങി വെക്കലുണ്ട്. നട്ട്സ് വാങ്ങുന്ന പോലെ തന്നെ. സീഡ്സിന് വലിയ പൈസയൊന്നും ഇല്ല. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ പോയാൽ മനസ്സിലാവും, കുറച്ച് സീഡ്സ് വാങ്ങിയാൽ മതി. നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഫുഡിൽ സീഡ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് കഴിക്കുക. ഓവർനൈറ്റ് ഓട്സ് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ആഡ് ചെയ്ത് കഴിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ഫുഡെല്ലാം കഴിച്ച് പോയി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ചില ദിവസം രാവിലെ എണീച്ചാൽ വിശക്കുകയേ പച്ചവെള്ളം മാത്രമേ കുടിക്കലുള്ളൂ. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് തിന്നലുണ്ട്. ഇതൊന്നും കേട്ട് ഇങ്ങനെ പറയാൻ തന്നെ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചില ദിവസം രാവിലെ വിശക്കൂലേ, അങ്ങനത്തെ ദിവസം ഞാൻ തിന്നില്ല. വടക്കാന്ന് എനിക്കറിയാം. എന്തെങ്കിലും കുറച്ച് എന്തായാലും കഴിക്കണം എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ എന്താണെന്നറിയില്ല. ഞാൻ മറ്റേ ബയോട്ടിൻ ലഡു മാത്രം ഒന്ന് രാവിലെ കഴിച്ചിന്, പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിന്. ഉച്ചക്കെല്ലാം ആണെങ്കിൽ പിന്നെ എനിക്ക് രാത്രിക്കാണ് കൂടുതൽ വിശക്കുകയും ചെയ്യുക. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. പിന്നെ ഇല്ലേ, അങ്ങനെ ഞാൻ കുറച്ച് സമയം പുറത്തേക്കെല്ലാം നോക്കി നിന്ന്. കാരണം ഇന്നെനിക്ക് ക്ലീനിങ് ചെയ്യേണ്ട ദിവസമാണ്. പക്ഷേങ്കിൽ മൊത്തത്തിലൊരു മോട്ടിവേഷൻ കുറവ് പോലെ, ഒരു മടി പോലെ. എനിക്ക് തുടങ്ങിയാൽ അങ്ങ് ചെയ്തോളൂ. പക്ഷേങ്കിൽ തുടങ്ങാൻ ചില ദിവസം ഒരു മടിയാണ്. പിന്നെ വിചാരിച്ചേ, എനിക്ക് കുറേ കമൻറ്റ്സ് വരലുണ്ട്, ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് വരലുണ്ട്. നിങ്ങൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങൾ യൂസ് ആക്കുന്നൊന്ന് പറയുമോ ചോദിച്ചിട്ട്. ഞാനെപ്പോഴും വേണ്ട ലിപ്സ്റ്റിക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം അങ്ങനെയെല്ലാം വിചാരിക്കേ. പക്ഷേങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന വിടക്കാണ്. എന്നാലും ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എൻ്റെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട്. അത് കൂടുതലും എനിക്ക് PR ആയിട്ട് വന്നതാണ്, ഞാൻ വാങ്ങുന്നതെന്നല്ല. കൂടുതലും എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെയാണ്. ഞാൻ 1-2 അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇതെല്ലാം മാഴ്സിൻ്റെ ബ്രാൻഡിൽ നിന്ന് വന്നതാണ്. ഫേസസ് കാനഡൻ്റെ കുറേ ഉണ്ട്. ഞാൻ എൻ്റെ അതിലുള്ളത് മാത്രം കുറച്ച് ഇപ്പോൾ എടുത്തതാണ്. ഇതെല്ലാം ഞാൻ യൂസ് ആക്കുന്നതേ അല്ല. ഇതിൽ ഒറ്റൊന്ന് മാത്രം, ഇത് മാത്രം ഞാൻ യൂസ് ആക്കൽ. പിന്നെ അതിൻ്റെ ഈ കളർ വേരിയേഷൻസ് കാണിച്ചു തരാനാണ് ഞാൻ കുറച്ച് മാർസിൻ്റെ മാത്രമായിട്ട് എടുത്തേട്ടാ. പിന്നെ എൻ്റെ കയ്യിൽ കുറേ ബ്രാൻഡിൻ്റെ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ PR വന്നതാണ്. അപ്പോൾ മാഴ്സിൻ്റെ ഈ റോക്ക് ഓൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് യൂസ് ആക്കൽ. 02 റോക്ക് ഓൺ, അതാണ് ഷെയ്ഡ് നെയിം കേട്ടോ. പിന്നെ ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെന്നാ ഇതിൻ്റെ കളറില്ലേ,
ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, റെഡല്ല പിങ്കല്ല, ഇതിൻ്റെ എക്സാക്റ്റ് കളർ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ബേൺഡ് ഓറഞ്ച്, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഓരോരോ സാച്ചിലും വേറെ വേറെ, ഇപ്പം നല്ല ഡാർക്കായിട്ട് ഇട്ടാൽ ഇങ്ങനെ ഒരു കളർ കിട്ടും, നല്ല കട്ടിക്കിട്ടാൽ. പിന്നെ കുറച്ചും കൂടി ലേറ്റായിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി ലേറ്റ്. ഇതിപ്പോൾ ഓറഞ്ച് ടോണല്ലേ ഇത് വരുന്നത്, നിങ്ങൾക്ക് കണ്ടിട്ട് എന്നാ തോന്നുന്നതെന്ന് പറയണേ. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിലും വേറെ വേറെ ഉണ്ടാവുക. പിന്നെ ഇത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ യൂസ് ആക്കുന്ന കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കൈമൽ ഇങ്ങനെ സ്വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലിപ്സിലിടുമ്പോൾ കളർ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ അനുസരിച്ചിട്ടും കളറിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ മാച്ചാവുക മീഡിയം സ്കിൻ ടോൺ തൊട്ടിട്ട് ഫെയർ സ്കിൻ ടോൺ വരെയാണ്. ഡാർക്ക് സ്കിൻ ടോൺ നമുക്ക് അറിയില്ല ഇതെങ്ങനെയാണ് പോവാന്ന്. പിന്നെ ഞാൻ ചിലപ്പോൾ പിങ്ക് കളറിലെ ഔട്ടർ ലിപ്സിൽ ഈ ലിപ്സ്റ്റിക്കും ഉള്ളിൽ ഇന്നർ ലിപ്സിൽ പിങ്ക് കളർ ഇട്ടിട്ട് ഇങ്ങനെ പെയർ ചെയ്യലുണ്ട്. അന്നേരം കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ബ്രൗൺ കളറ് ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഇത് ഉള്ളിൽ ഇട്ടാൽ വേറെ കളർ കിട്ടും. അങ്ങനെ കോംബോ ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റിയൊരു നല്ല ഷെയ്ഡാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്തേ. പലതായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ ഇല്ലേ, ലാസ്റ്റ് 1-2 ഷോർട്സിൽ ഞാൻ ആലുവിനെ മാത്രം കാണിച്ച സമയത്ത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും എടുത്തു എന്നെല്ലാം. ഇന്നും എടുത്തന്നെ ഉണ്ട്, ഇവർ രണ്ടാളും എടുത്തന്നെ ഉണ്ട്. പിന്നെ എനിക്കൊരു കാര്യങ്ങളോട് ഷെയർ ആക്കാനുണ്ട്, ഇന്നുൻ്റെ മാത്സ് ക്ലാസ്സിൻ്റെ കാര്യം. അപ്പോൾ വേണ്ടുന്നവർ എന്തായാലും കണ്ടോക്കാം. അങ്ങനെ ഇന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ടൈം കഴിഞ്ഞ സമയത്ത്. പിന്നെ ഞാൻ ആദ്യം ക്ലാസ്സിൻ്റെ ചെറിയൊരു പോർഷൻ കേൾപ്പിച്ചിട്ട് ബാക്കി പറയാം. Okay, so what is expansion? So we saw that expansion is nothing but when you try to make something bigger, it actually gets bigger, right? ഇന്നിപ്പോൾ ബാൻസുവിൻ്റെ മാത്സ് ക്ലാസ്സിലാണ് ഉള്ളത്. ഇന്നൊരു മാത്സ് ആണ് കുറച്ചുകൂടി ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ്. പക്ഷേങ്കിൽ ബാൻസു കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി അവർ പല മാത്സിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരതെല്ലാം സ്കൂളിൽ നിന്ന് ചെയ്യും. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും അത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ പുതിയ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് എല്ലാം കറക്റ്റ് ഓർത്ത് വെക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ പാരൻസിനും അതെങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്താണെന്ന് അറിയാൻ പറ്റൂല ചിലർക്ക്. അപ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനൊരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കറക്റ്റ് റുട്ടീൻ ഫോളോ ചെയ്തിട്ട് അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ അവർക്ക് മാത്സ് അത്ര ടഫായിട്ട് തോന്നില്ല. അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് ക്ലിയർ ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിച്ചാൽ. പിന്നെ ബാൻസു കുറച്ച് ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. AI ബഡി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഏത് സമയത്തും കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ പാരൻ്റ് ആപ്പ് ഉണ്ട്. നമ്മൾ പാരൻസിന് അവരെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനും കൺസിസ്റ്റൻസ് ആയിട്ട് അവരോട് ടച്ച് ചെയ്ത് നിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ബാൻസു പ്ലേ ആപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസും. അതുമാത്രമല്ല ബാൻസു കുട്ടികളെ പഠിപ്പിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി മെത്തേഡ് ത്രൂ ആണ്. കുറച്ച് ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് മാത്സ് പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം. കുട്ടികളെ എന്തായാലും ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ലേ മാത്സ്. അപ്പോൾ അത് ഈസിയായി തന്നെ ഒരുവിധം ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ടിരിക്കാൻ പറ്റും കുട്ടികൾക്കും പാരൻസിനും. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഫ്രഷായി കഴിഞ്ഞിട്ട് കുറച്ച് നല്ല ഡ്രസ്സ് എടുത്തിട്ടതാണ്. ഞാൻ എപ്പോഴും റൂമിൽ നിന്ന് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിട്ടൊന്നുമല്ല നടക്കൽ. ഞാൻ നൈറ്റി ഇടലുണ്ട്, പജാമ ഇടും, അങ്ങനെ നിങ്ങളെല്ലാം ഇടുന്ന പോലത്തെ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇടൽ. പക്ഷേങ്കിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉണ്ടാവുന്ന ദിവസം, അല്ലെങ്കിൽ ഈ വ്ളോഗ് ഷൂട്ടല്ല കേട്ടോ, ഞാൻ വ്ളോഗിലും നൈറ്റിയെല്ലാം ഇടലില്ലേ, പക്ഷേങ്കിൽ അതല്ല, എനിക്ക് ഇൻസ്റ്റയിലെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ദിവസം ഞാൻ കുറച്ച് നല്ല ഡ്രസ്സ് എടുത്തിടും, അങ്ങനെയുള്ളൂ. പിന്നെ എൻ്റെ ഈ ഒരു വാക്യൂം ക്ലീനറില്ലേ, ഇതിൻ്റെ ചാർജർ കാണാനായിട്ട് കുറേ ആയിട്ട് മൂലക്ക് വെച്ചിട്ടതിനുള്ള യൂസ് ആക്കാണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ചാർജർ നമ്മൾ പുതിയ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് എന്നിട്ട് വന്നിട്ട് നോക്കുമ്പോൾ സ്യൂട്ടായി. കുറേ ചാർജർ ട്രൈ ചെയ്ത് നോക്കി ആകുന്നില്ലേനെ. ഈ വാക്യൂം ക്ലീനർ യൂസ് ആക്കാത്ത തൊട്ടിട്ട് ഞാൻ ഈ സോഫൻ്റെ ഇടയിലുണ്ടാവുന്ന പൊടിയും ഒന്നും ഞാൻ എടുത്തിട്ടില്ലേനു. ഈ സോഫൻ്റെ ഇടയിലും വൃത്തിയാക്കാൻ നമുക്ക് ആ വാക്യൂം ക്ലീനർ തന്നെ വേണം. ഇത് കണ്ട പല സാധനങ്ങളും ഉണ്ടാവും. ഇങ്ങനെ നിധി കിട്ടുന്ന പോലെ ഓരോരോ സാധനങ്ങൾ കിട്ടുക. അപ്പോൾ കുറേ 3-4 മാസമായി ഞാൻ ഇതിൻ്റെ ഉള്ളെല്ലാം ക്ലീൻ ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ. കാരണം
ബ്രഷ് കൊണ്ടൊന്നും ഇട്ടാൽ വൃത്തിക്ക് വരില്ല. എന്നിട്ട് എൻ്റെ ചാർജറൊന്ന് കിട്ടി ഇട്ട് യൂസാക്കാമെന്ന് വിചാരിച്ചതാണ്. ആമസോണിൽ നോക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് കിട്ടി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ ചാർജർ മിസ്സായി പോയിട്ട്. കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട വാക്യൂം ക്ലീനറാണ് ഇത്. ഈ വയറ് ഉള്ള വാക്യൂം ക്ലീനർ ഉപയോഗിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലോ, ഒക്കെ തന്നെ ഇങ്ങനെ വയറ് വരുമ്പോൾ. ഇത് എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇല്ലേ, ഇതിൻ്റെ ഭയങ്കര പവറുമാണ്. ഇത് ഞാൻ എപ്പോൾ വ്ളോഗിൽ കാണിച്ചാലും ചോദിക്കലുണ്ട്, ഇത് അഗാരോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ചു തന്നേനു. പക്ഷെങ്കിൽ അഗാരോന്ന് എനിക്ക് അയച്ചു തന്ന എല്ലാ സാധനങ്ങളും ഞാൻ എപ്പോഴും യൂസ് ആക്കുന്നതാണ്. ഭയങ്കര യൂസ്ഫുള്ളോ, ഭയങ്കര ക്വാളിറ്റിയോ. ഞാൻ പണ്ടെല്ലാം ആദ്യമെല്ലാം വിചാരിച്ചിന് അഗാരോ എന്ന് കേൾക്കുമ്പോൾ എവിടെയും കേൾക്കാത്തൊരു പേരാണല്ലോ, ഇത് ക്വാളിറ്റി ഉണ്ടാവും എന്നെല്ലാം വിചാരിച്ചിരുന്നു. പക്ഷെങ്കിൽ അവർ പല സാധനങ്ങളും എനിക്ക് അയച്ചു തന്ന മുതൽ എൻ്റെ കിച്ചണിലുള്ള കുറേ സാധനങ്ങൾ അഗാരോൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഇപ്പോൾ ചോപ്പർ, എഗ് ബോയിലർ, പിന്നെ യൂട്ടൻസിൽസ് എല്ലാം ഉണ്ട് കുറേ ടൈപ്പിലുള്ള. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇല്ലേ, ഞാൻ എന്തെങ്കിലോട് പറയാനുള്ളതെന്ന് പറഞ്ഞെന്നറിയാം. നമുക്കൊരു ചിറ്റ് പോലെ അല്ലെങ്കിൽ ഒരു Q&A പോലെ ഒരു വീഡിയോ ചെയ്താലോ നെക്സ്റ്റ്. അപ്പോൾ ഇല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് അറിയുമെന്ന് തോന്നുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ സാധാരണ Q&Aയിൽ ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണേ. ഞാൻ അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടോ. നമ്മൾ കുറേ ആയില്ലേ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട്, ഇൻഷാ അല്ലാ. പിന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കലുണ്ട് പല വീഡിയോൻ്റെ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും വീഡിയോൻ്റെ കമൻസിനെല്ലാം ഞാൻ ആൻസർ ചെയ്യലുണ്ട്. പക്ഷേങ്കിൽ എന്നാലും വിട്ടുപോയതോ അങ്ങനെ നിങ്ങൾ ചോദിക്കാൻ വിചാരിച്ച കാര്യങ്ങളോ അങ്ങനെ ഞാൻ റിപ്ലൈ ചെയ്യാത്തതോ എല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. ഞാൻ അതിൽ നിന്ന് എല്ലാത്തിൻ്റെയും റിപ്ലൈ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഇല്ലേ, ഇത് കണ്ട ഞാൻ പിന്നെ ഈ കേട്ടൻ്റെ ജനലിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് അതെല്ലാം എടുത്ത് കുറേ സമയം എടുത്തിട്ട് ഇതണ്ട ഇത്രയും പൊടിയുണ്ട്, എന്തെല്ലോ ടൈപ്പ് ഡസ്റ്റ് ഉണ്ട്, മുടിയുണ്ട്, എല്ലാം കിട്ടാത്തതെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ ഒരു സമാധാനമായി. വൃത്തിയാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ആശ്വാസമായി. ഇനിയിപ്പോൾ എനിക്കൊരു റീല് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയിലേക്കും യൂട്യൂബ് ഷോർട്സിലേക്കും വേണ്ടി ഷൂട്ട് ചെയ്ത വീഡിയോനെ മാങ്ങ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും റെസിപ്പി ആയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ എന്ത് ഷൂട്ട് ചെയ്യുമ്പം യൂട്യൂബ് വ്ളോഗിന് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ ഞാൻ ആലു ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഓളോട് കുറച്ചിങ്ങനെ സംസാരിക്കൂലേ, അങ്ങനെ ഓൾ എന്തെല്ലോ പറയും. ഞാൻ എന്നോട് മാങ്ങ വെച്ചിട്ട് എന്തുണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ മാംഗോ നൂഡിൽസ് എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് എടുത്തിട്ട് ഷോർട്സിൻ്റെ എല്ലാം ഫ്രണ്ടിലെല്ലാം കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇത് മാംഗോ സാഗോ ആണ് ഉണ്ടാക്കുന്നത്. കുറേ ഇപ്പം മാംഗോ ഇല്ലേ നാട്ടിൽ, മാങ്ങൻ്റെ സീസൺ തന്നെയല്ലേ. പിന്നെ നാട്ടിൽ ഭയങ്കര ചൂടാല. ഇപ്പോൾ ഞാൻ ആരെല്ലോ വീഡിയോ കണ്ടിട്ട് എൻ്റെ പുരക്ക് വിളിച്ചാലും പറയലുണ്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണെന്ന്. അല്ലാ വേഗം കുറയുമായിരിക്കും, പിന്നെ മഴയും ആവാനായില്ലേ ഇൻഷാ അല്ലാ. പിന്നെ അങ്ങനെ ഇപ്പം നാട്ടിൽ മാങ്ങൻ്റെ കാര്യം പറഞ്ഞുതരാം. കുറേ മാങ്ങയില്ലേ ഇപ്പോൾ സീസണിൽ. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടാ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാ. ഇപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്ന പോലെയോ അല്ലെങ്കിൽ വേറൊന്നു പോലെയോ വിഷമമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് തണുപ്പിച്ചിട്ട് ഈ ചൂട് കാലത്തെല്ലാം കുടിക്കാൻ പറ്റിയ അടിപൊളി സാധനമാട്ടോ ഇത്. അപ്പോൾ ചവ്വരി ഞാൻ അരക്കപ്പം എടുത്തേ. ചവ്വരി വേഗം വേവണമെങ്കിൽ ആദ്യം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒരു അരമണിക്കൂർ. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. ഇത് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യലില്ലേനു. ഞാൻ പണ്ട് നോർമൽ വേവിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്നതാണ്. ചവരി ആദ്യം കുതിർത്ത് വെച്ചിട്ട് വേവിച്ച് നോക്ക്, കുറേ ഗ്യാസൊന്നും തീരൂല, സമയം ലാഭിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ മുതൽ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് അറിയാത്ത കാര്യങ്ങളും കുറേ ഇതുപോലെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പം എനിക്ക് അറിവ് കിട്ടലുണ്ട് കേട്ടോ. എന്നിട്ടില്ലേ വെന്ത് കഴിഞ്ഞാൽ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് സാധാരണ പച്ചവെള്ളമോ തണുത്ത വെള്ളമോ ഒഴിച്ചിട്ട് ഒന്ന് അതിൻ്റെ എക്സ്ട്രാ ഉള്ള സ്റ്റാർച്ച് ഒട്ടിപ്പിടിക്കുന്ന സംഭവങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ചവരി റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇല്ലേ ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേനാ വയനാട്ടിലെ സ്പെഷ്യൽ കോഴിയട. പിന്നെ ഇനി വേറെ പേരും പറയുന്നു ഞാൻ കേട്ടിന്, അണ്ടിക്കീരൻ എന്നെല്ലാം പറഞ്ഞിട്ട്. അണ്ടിക്കീരൻ അങ്ങനെ തന്നെയാണെന്ന് പറയാൻ എനിക്കറിയില്ല, കീരാൻ എന്നാണോ എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഞാനത് ചെയ്ത സമയത്ത് കുറേ ആളാ വീഡിയോ കണ്ട് പിന്നെ വയനാട്ടിൽ നിന്ന് തന്നെ കുറേ ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെയല്ല, കറക്റ്റ് റെസിപ്പി അങ്ങനെയല്ല. അരിയിലും നമ്മൾ അരി കുഴക്കൂലേ, അരി കുഴക്കുമ്പോൾ അതിൽ തേങ്ങ ചേർക്കും, പിന്നെ കുറച്ച്
ജീരകം അങ്ങനെയെല്ലാം ചേർക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ നെയ്പ്പത്തിലെല്ലാം ചെയ്യുന്ന പോലെ ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ 1-2 വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലേനു. പിന്നെ നമുക്ക് ഒരു സ്ഥലത്തെ ആ ഒരു കറക്റ്റ് റെസിപ്പി നമുക്കങ്ങനെ കിട്ടൂലല്ലോ. കിട്ടിയത് വെച്ചിട്ട് ഞാൻ ചെയ്ത, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയേനു. പിന്നെ അത് ബീഫ് വെച്ചിട്ട് ആണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാന്ന് പറഞ്ഞത്. അത് എനിക്കും തോന്നിയിന് കേട്ടോ. ബീഫ് വെച്ച് ചെയ്താൽ ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ബീഫ് വെച്ച് ചെയ്താലെന്ന്. പിന്നെ അങ്ങനെ താങ്ക് യു നിങ്ങളിങ്ങനെ പറഞ്ഞു തരുന്നതിൽ. പിന്നെന്താ, പിന്നെ അത് ഉണ്ടാക്കാൻ കുറച്ച് പണിയാട്ടാ. ഇത് കുഞ്ഞു കുഞ്ഞു അട ഉണ്ടാക്കണ്ടേ. പിന്നെ ടേസ്റ്റ് നമ്മളെ നാട്ടിലെ മറ്റേ ഇതില്ലേ കുഞ്ഞു റൊട്ടി ഇല്ലേ, കക്ക റൊട്ടി, അതെല്ലാം പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിന്. കാര്യം ഉള്ളിൽ ഫില്ലിങ്ങും ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ കമൻസിൽ അങ്ങനെ പറഞ്ഞു തരുന്നതിൽ ഭയങ്കര ഹാപ്പി. നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ കമൻറ്റ് ചെയ്യാനെല്ലാം. പിന്നെ ഇല്ലേ, ഇതിൽ ഞാൻ മാങ്ങിയതിൽ പാൽപ്പൊടിയും പഞ്ചസാരയും അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കില്ലേ അതിട്ടാലും മതി. പിന്നെ കസ്കസ് അല്ലെങ്കിൽ നമ്മളെ എന്തിനും പറയാം ചിയാ സീഡ്, അതിൽ രണ്ടെന്ന് ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കിയാൽ മാംഗോ സാഗോ റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല മാംഗോ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഇത്. അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കലില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടാ. മാങ്ങയെല്ലാം കുറേ കിട്ടുമ്പോൾ ഒന്നിക്ക് ജ്യൂസ് മാത്രം ആക്കൽ അല്ലെങ്കിൽ പുഡിങ് മാത്രം ആക്കലെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കി. ഇതാകുമ്പോൾ തണുപ്പിച്ച് കുടിക്കാനും നല്ല രസമാണ്. അധികം ലൂസാക്കണ്ട, എന്നാൽ അധികം കട്ടിയാക്കണ്ട. ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെയല്ലാണെങ്കിൽ ഒരു 5-6 ആൾക്ക് സെർവ് ചെയ്യാനുള്ള ഉണ്ടാവും കേട്ടോ. ഞാനിപ്പം 2-3 പ്രാവശ്യമായിട്ട് ഇത് ഉണ്ടാക്കലുണ്ട്. ഇതെൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്നൂനും അലൂനും ഭയങ്കര ഇഷ്ടമാണ്. പുഡിങ്ങൊന്നും കഴിക്കാത്ത കുട്ടികൾക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. ഇനിയില്ലേ, ഞാൻ ഉമ്മ ഇവിടെ ഉള്ള ദിവസത്തെ ഒരു രാത്രി അല്ലെങ്കിൽ ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഷെയർ ആക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരു 2-3 വ്ളോഗ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഷെയർ ആക്കണമെന്ന് വിചാരിച്ചേനു. പക്ഷേങ്കിൽ എന്തെല്ലോ വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ടും എല്ലാം ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ഉമ്മ ആദ്യം കാണിച്ചതെന്നാണെന്നറിയാം, മീഷോന്ന് വാങ്ങിയ ആ ഒരു കത്തിക്കില്ലേ, മൂർച്ച കുറവാണെങ്കിൽ ഞാൻ ആ കാണിച്ച പോലെ ഉമ്മ കാണിച്ച പോലെ ചെയ്താൽ മതി കേട്ടോ. 2 കത്തിയും ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് വരച്ചാൽ മതി, നല്ല മൂർച്ചയാവുന്നുണ്ട്. എൻ്റെ മൂർച്ച കുറഞ്ഞു വരുന്നുണ്ടേനു. പിന്നെ നോക്കുമ്പോൾ പഴയ പോലെ തന്നെ, വാങ്ങിയ പോലെ തന്നെ ആയി. കുറച്ച് സമയം അങ്ങനെ ഉരച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ അന്ന് ഉച്ചക്ക് നമ്മൾ സാമ്പാർ തന്നെ ഉണ്ടാക്കിന്. ഉമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈല് സാമ്പാർ എങ്ങനെയാണെന്ന് ഞാൻ വേഗം പറഞ്ഞുതരാം. ആദ്യം കുറച്ച് സാമ്പാർ പരിപ്പില്ലേ, കുറച്ച് കണ്ടിട്ടില്ലേ, ഒരു 1/2 കപ്പോളം സാമ്പാർ പരിപ്പ് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കുക. എന്നിട്ടില്ലേ, ഇതാ പച്ചക്കറി എടുത്തിന് ഞാൻ ഇവിടെ ക്യാരറ്റ്, വെള്ളരി, പിന്നെ വെള്ളരിയല്ലേ അത് ചുരങ്ങയാണ്, പിന്നെ ചേന, വഴുതനങ്ങ, പച്ചക്കായി, പിന്നെ വേറെ പച്ചക്കായി എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴത്തിൻ്റെ പച്ചയില്ലേ അത്, പിന്നെ ബീൻസും. ഇത്രയും പച്ചക്കറികളാണ് എടുത്തിന്. അപ്പോൾ ഇല്ലേ, ആദ്യം പരിപ്പ് ഒരു വിസിലാക്കിയാൽ മതിയേ. ഒരൊറ്റ വിസിൽ മാത്രം മതി. ചിലരിങ്ങനെ ചെയ്യൂല, പച്ചക്കറിൻ്റെ ഒക്കെ തന്നെ ഇടും. പക്ഷേ പച്ചക്കറി കൂടുതൽ വെന്തുടയുണ്ടാന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പരിപ്പ് കുതിർത്ത് വെച്ചാണെങ്കിൽ 1 മണിക്കൂറിലും കുതിർത്ത പരിപ്പാണെങ്കിലും ഒരുമിച്ചിടാട്ടോ, എന്നാൽ വേവ് ചിലപ്പോൾ കറക്റ്റ് ആവും. എന്നിട്ടില്ലേ, പരിപ്പ് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. പിന്നെ അതിന് മുന്നേ ഇല്ലേ, വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിക്കണം. കുറച്ച് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളം പുളി സോക്ക് ചെയ്തിട്ട് ആ വെള്ളം, ഈ പച്ചക്കറി പുളി വെള്ളത്തിൽ വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 പച്ചമുളക് ഇടുന്നുണ്ട്, കീറിയിടുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ഇട്ട് ഇനി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. പിന്നെ ഈ സാമ്പാർ ഓരോരുത്തർ വെക്കുന്ന ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലേ. ഉമ്മ വറുത്തരച്ചിട്ടും വെക്കലുണ്ട്, വറുത്തരക്കാണ്ടും വെക്കലുണ്ട്. പക്ഷെ എനിക്ക് ഈ വറുത്തരച്ച സാമ്പാർ വലിയ ഇഷ്ടമില്ല. എനിക്ക് പ്ലെയിൻ കുറച്ച് ലൂസ് സാമ്പാറാണ് ഇഷ്ടം. പിന്നെ തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങാക്കായും വേറെ വെച്ചിന്, അതിപ്പോൾ ഇടണ്ട. പിന്നെ ഇനിയിപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇത് വറുത്തരക്കുന്നതിൻ്റെ റെസിപ്പി, എനിക്ക് ഇത് വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിലേക്ക് കുറച്ച് ജീരകവും ഉഴുന്നും ഇട്ട് കൊടുത്തേ. ഉഴുന്നല്ല, ഉലുവയും ജീരകവും ഇട്ട് കൊടുത്തേ. ഉഴുന്നല്ല, എൻ്റെ അടുത്ത് മിസ്സായിപ്പോയതാ. ചെറിയ ജീരകവും ഉലുവയും, പിന്നെ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക. ഇത് ഞാൻ പറഞ്ഞ പോലെ വറുത്തരച്ച സാമ്പാർ വേണ്ടാന്നുള്ളവർക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരൊറ്റ വിസില ഈ ഒരു പച്ചക്കറി ഇട്ടിട്ട് ആക്കാവൂ. 2 വിസിലാക്കാൻ പാടില്ല. ഒരൊറ്റ വിസിൽ വന്നപാടെ തന്നെ അതിൻ്റെ പ്രഷർ നമ്മൾ തന്നെ കളയണം. അങ്ങനെ തന്നെ വെച്ചാൽ പ്രഷറിൽ തന്നെ ഇരുന്നാൽ പച്ചക്കറി വല്ലാണ്ട് വെന്തുടഞ്ഞു പോവും. എന്നിട്ട്
എന്നിട്ട് വേണം നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും തക്കാളിയും ഇട്ടിട്ട് പിന്നെയും ഒരൊറ്റ വിസിൽ മാത്രം ആക്കുക. ആ വിസിൽ വന്നു കഴിഞ്ഞാലും പ്രഷർ നമ്മൾ തന്നെ കളഞ്ഞിട്ട് ഓപ്പൺ ആക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ 2 വിസിലാണ് വേണ്ടത്. ടോട്ടൽ 3 വിസിൽ, ഒന്ന് പരിപ്പ് മാത്രത്തിന്, പിന്നെ രണ്ടാമത് അടുത്ത സ്റ്റെപ്പ് പച്ചക്കറിക്ക്. എന്നിട്ട് അപ്പം തന്നെ ഓപ്പൺ ആക്കുക, വിസിൽ പ്രഷർ കളഞ്ഞിട്ട്. മൂന്നാമത്തെ പച്ചക്കറി ഇട്ടിട്ടും പ്രഷർ കളഞ്ഞിട്ട് അപ്പം തന്നെ ഓപ്പൺ ആക്കുക. എന്നിട്ടില്ലേ ഇതിൽ താളിച്ച് വെച്ച് കൊടുക്കുക. കടുക് വറുത്ത് വയ്ക്കുക. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ആദ്യം ഇടുക. എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഭയങ്കര പുകഞ്ഞു പോകാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കിക്കോട്ടെ. സാമ്പാർ പൊടി ഇടുന്നുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി. പിന്നെ കായം കൂടി ഇടണം. കായം ഇടുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മിസ്സായിപ്പോയി. ഒരു കുറച്ച് കായം, ഒരു ചെറിയ ടീസ്പൂണിൽ, ചെറുതെന്ന് പറഞ്ഞാൽ ടീസ്പൂണിൽ 1/2 ടീസ്പൂണ് കായം മതി കേട്ടോ. ആ പൊടിയും കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി സാമ്പാറിലിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നോർമൽ സാമ്പാർ റെഡിയായി. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ മാത്രം മതി, അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമാണ് ചൂടോടെ സാമ്പാർ ചോറിൽ ഒഴിച്ച് കഴിക്കാൻ. എനിക്ക് ആദ്യമൊന്നും സാമ്പാർ വലിയ ഇഷ്ടമില്ലേനു, പക്ഷേ ഇപ്പം എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ലൂസായിട്ടുള്ള ഇതേപോലത്തെ സാമ്പാർ. ഞാനില്ലേ അപ്പം തന്നെ ചോറെടുത്തിട്ട് മീൻ പൊരിച്ചൊന്നും എടുക്കാണ്ട്, മീൻ പൊരിച്ചെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. ഇതിപ്പം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷെങ്കിൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ആക്കിയ. പിന്നെ ഇല്ലേ ഇതിൽ വറുത്തരച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ആ തേങ്ങയില്ലേ, ചെറിയ ജീരകം, ഉലുവ, തേങ്ങ, ഇതെല്ലാം കൂടിയിട്ട് അരച്ചത് നല്ല പേസ്റ്റ് പോലെ അരക്കണം. എന്നിട്ട് ഈ സാമ്പാറിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വറുത്തരച്ച സാമ്പാറും റെഡിയായി. പക്ഷേ ഇത് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ, ചിലർക്ക് ഇതാ ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക. രണ്ടായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇല്ലേ എന്നിട്ട് അന്നത്തെ ദിവസം രാത്രി ഉമ്മയുടെ ഉള്ള സമയത്ത് ഭയങ്കര തണുപ്പുള്ള സമയനും, രാത്രി ഇങ്ങനെ ഇവിടെ വിൻ്ററായി കഴിഞ്ഞാൽ കുറേ പ്രോഗ്രാം ഉണ്ടാവും, ഇങ്ങനെ ഫെസ്റ്റിവൽ പോലത്തെ സംഭവങ്ങളെല്ലാം. ഇവിടെ നമ്മൾ പാർക്കിൽ പോയിട്ടുണ്ടേനു, ഇങ്ങനെ ഡാൻസ് ഉണ്ടാവും, അറബികളെ നല്ല രസമാണ് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിലെ പോലെയല്ല, ഇവർക്ക് ആണുങ്ങൾ ഡാൻസ് ചെയ്യും. എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങനെ മടിയൊന്നും ഇല്ലാണ്ട് ഡാൻസ് ചെയ്യുന്ന കാണാം. ഭയങ്കര രസമാട്ടോ കണ്ടിരിക്കാൻ. പിന്നെ കുറേ ഫുഡ് ഉണ്ടാവും. ഒമാനിലെ മെയിനായിട്ടുള്ള ഒരു ടൈപ്പ് ഫുഡാണ് മഷാക്കീക്ക് എന്ന് പറയുന്നത്. ഇതിന് മുഷ്കാക്ക് എന്നോ അങ്ങനെ വേറെ എന്തോ ഒരു പേരും കൂടിയുണ്ട്. കൊള്ളിമ്മ കുത്തിയിട്ട് മട്ടനില്ലേ, മട്ടൻ ചുടുന്ന, മെയിനായിട്ട് മട്ടനാണ്. പിന്നെ ബീഫ് ചെയ്യും, ചിക്കൻ ചെയ്യും, ചെമ്മീൻ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ മെയിൻ മട്ടൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. പിന്നെ അന്ന് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ജോർദാനിലെ സ്പെഷ്യലോ, അല്ലെങ്കിൽ ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്ത്, ഈ 2 കൺട്രിയിലെ ഏതോ ഒരു കൺട്രിയിലെ സ്പെഷ്യൽ ഫുഡാണിത്. ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ചോറ്, പിന്നെ ഈ ഒഴിക്കുന്ന തൈര് പോലത്തെ വലിയ പുളിയൊന്നും ഇല്ലാത്ത ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്തോ ഒരു ടൈപ്പ് യോഗേർട്ട് എന്ന് പറയാൻ പറ്റില്ല, ലൂസായിട്ടുള്ളൊരു സംഭവം. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് കേട്ടോ, പുളിയില്ല പക്ഷെങ്കിൽ. പിന്നെ അതിലെന്തെല്ലോ സ്പൈസസ് എല്ലാം ഇട്ടാണ്. പിന്നെ മട്ടൻ, അങ്ങനെ ചോറും തൈരും മട്ടനും ഭയങ്കര വേവിച്ചിട്ട് ഭയങ്കര ടെൻഡറായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനും. അപ്പോൾ അത് ഒരു സ്പെഷ്യലാണ്. അങ്ങനെ സ്പെഷ്യൽ ആയതുകൊണ്ട് വാങ്ങി നോക്കിയതാണ്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഫുഡെല്ലാം കാണുമ്പോൾ അത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, എന്തെങ്കിലും വെറൈറ്റി കാണുമ്പോൾ. പിന്നെ അല്ലെങ്കിൽ സാധാരണ എല്ലാം പോയിട്ട് ഓരോ റെസ്റ്റോറൻറ്റിൽ നിന്നും പോയി ട്രൈ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് ഫെസ്റ്റ് പോലത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് പോയിട്ട് ഓരോന്ന് എനിക്ക് അപ്പടപ്പട് ഉണ്ടാക്കി വാങ്ങുന്ന ടൈപ്പ്, ഇപ്പോൾ തട്ടുകട പോലത്തെ ഓരോരോ സ്റ്റാൾ ഉണ്ടെങ്കിൽ അങ്ങനെല്ലാം വാങ്ങാൻ ഇഷ്ടമാണ്. പിന്നെ ആ വാങ്ങിയത് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലേനു നമുക്ക്, പക്ഷെ എന്നാലും ട്രൈ ചെയ്ത്. പിന്നെ ഇങ്ങനെ ഈ ഫേസിൽ ആർട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടാവില്ലേ, ഇതെപ്പോൾ പോയാലും ചെയ്യലുണ്ട് നമ്മൾ, കുട്ടികൾക്ക് നല്ല രസമല്ലേ. ഇപ്രാവശ്യം മറ്റേ ലേഡി ബേർഡില്ലേ, ലേഡി ബേർഡ് തന്നെയല്ലേ ഇനി പറയാ, ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. മറ്റേ റെഡ് കളറ് മേലെ ബ്ലാക്ക് കുത്തുണ്ടാവുന്ന ഒരു ഫ്ലൈ ഇല്ലേ, ഒരു ടൈപ്പ്. അപ്പം അതിൻ്റെ തീമാണ് ഞാൻ ആലൂന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. ഉമ്മ ഇങ്ങനെ ചെയ്യുന്നതെന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെ മുഖത്ത് പെയിൻറ്റ് ചെയ്യുന്നതെന്നും. അതുകൊണ്ട് കാര്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ടേനു. പിന്നെ ഇത്ര വേഗാല ദിവസം എല്ലാം പോകുന്നത് ഞാനിങ്ങനെ വിചാരിക്കും, ഉമ്മയുടെ വന്നതും പോയതെല്ലാം കുറേ ആയ പോലെ ഉണ്ട്. പക്ഷെങ്കിൽ
പിന്നെ ഇവിടെ 2.5 മാസത്തോളം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ വേഗം ദിവസം പോയ പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൗദിയിൽ പോയി, UAE യിൽ പോയി. എല്ലാം അങ്ങനെ പോലും വരലും എല്ലാം ആയതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രസമില്ല ആലുവിൻ്റെ ഫേസിലിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതെല്ലാം തന്നെ ഉള്ളൂ. ഇതെന്ത് ടൈപ്പ് വ്ളോഗാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഞാൻ ഒരു ദിവസം രാവിലെ ഷൂട്ട് ചെയ്ത് പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ദിവസം ഞാൻ പിന്നെ മൊത്തം ക്ലീനിങ് ചെയ്യനും കുറച്ചായിട്ട് ക്ലീനൊന്നും ചെയ്യാണ്ട് എനിക്ക് വേണ്ടുന്ന പോലെ ക്ലീനിങ് ഒന്നും ചെയ്യാണ്ട് നിൽക്കലേനു ഞാൻ. പിന്നെ ഒരു മൂഡ് വന്നേരം പിന്നെ മൊത്തത്തിൽ വീടങ്ങ് ക്ലീനാക്കി. പിന്നെ അങ്ങനെ അന്ന് പിന്നെ വൈകുന്നേരമൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പെൻഡിങ് ഉള്ള വീഡിയോസ് ഈ വ്ളോഗിൽ ആഡ് ചെയ്തേട്ടാ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ, അറിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ റിപ്ലൈ ആയിട്ട് അടുത്ത നെക്സ്റ്റ് വ്ളോഗ് ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ചോദിച്ച മാക്സിമം ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.